അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി 22-നാണ് നടക്കുന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാമനാമം ജപിച്ചും വിളക്ക് തെളിച്ചും ആഘോഷിക്കണമെന്ന KS ചിത്രയുടെ ആഹ്വാനം സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ചിത്രയെ എതിർത്തും അനുകൂലിച്ചുകൊണ്ടും നിരവധി വാദങ്ങൾ ഉയർന്നു വന്നു. പിന്തുണച്ചെത്തിയവരിൽ ഗായകൻ G വേണുഗോപാലും വിമർശന സ്വരങ്ങളിൽ ഒന്നിൽ ഗായകൻ സൂരജ് സന്തോഷും ഉൾപ്പെടുന്നുണ്ട്. വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു എന്നായിരുന്നു സൂരജ് സന്തോഷിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി. ഇതിനെ തുടർന്ന് സൂരജ് സന്തോഷിനെതിരെയും സൈബർ അറ്റാക്ക് ഉണ്ടായി. സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നാണ് സൂരജ് സന്തോഷിനെതിരെ കടുത്ത സൈബർ ആക്രമണം ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴിതാ അതിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സൂരജ് സന്തോഷ്. സൈബർ ആക്രമണങ്ങളെ നിയമപരമായി താൻ നേരിടുമെന്ന് സൂരജ് പറയുന്നു. സോഷ്യൽ മീഡിയയിലാണ് സൂരജ് കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: കഴിഞ്ഞ 2 ദിവസങ്ങളായി നിരന്തരമായ സൈബർ ആക്രമണങ്ങളുടെ ഇരയാണ് ഞാൻ. മുൻപും ഞാനിത് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അത് കൂടുതൽ ക്രൂരവും മര്യാദ കെട്ടതും എല്ലാ സീമകളും ലംഘിക്കുന്നതുമാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ താൻ എന്തായാലും നിയമ നടപടി സ്വീകരിക്കും. അതേസമയം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ കരുത്തുറ്റ പിന്തുണയാണ് എനിക്ക് പ്രതീക്ഷയും ധൈര്യവും പകരുന്നത്. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന നിങ്ങൾ ഓരോരുത്തരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. തളരില്ല, തളർത്താൻ പറ്റുകയുമില്ല എന്നാണ് സൂരജ് സന്തോഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിന് താഴെയും സൈബർ അധിക്ഷേപങ്ങളും സൂരജിനെതിരെ ഉണ്ടാകുന്നുണ്ട്. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതതെന്ന വസ്തുത സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കതയാണ്. വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നായി. എത്രയെത്ര KS ചിത്രമാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു. കഷ്ടം, പരമകഷ്ടം. ഇങ്ങനെയായിരുന്നു സൂരജ് സന്തോഷ് നേരത്തെ ചിത്രക്കെതിരെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞിരുന്നത്. ഈ വിമർശനവുമായി രംഗത്തെത്തിയതോടെ വലിയ സൈബർ ആക്രമണങ്ങൾ സൂരജ് സന്തോഷിന് നേരിടേണ്ടി വന്നു. എന്നാൽ ഇത്രയധികം അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉയരുമ്പോഴും തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സൂരജ് സന്തോഷ്. തനിക്ക് ഭരണഘടന നൽകുന്ന അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികരണം നടത്തിയതെന്നും ചിത്രയെപ്പോലെ തന്നെ തനിക്കും സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെന്നും സൂരജ് സന്തോഷ് പറയുന്നു. തനിക്ക് വരുന്ന ഭീഷണി മെസ്സേജുകൾ, സ്വകാര്യ മെസ്സേജുകൾ, ഓരോ കോണിൽ നിന്നും വരുന്ന വ്യാജ വാർത്തകൾ, ഇതൊക്കെ ഒരുപാടുണ്ടെന്നും സൂരജ് കൂട്ടിച്ചേർത്തു. താനൊരു PFI ചാരനാണെന്നും ജനം TVയിൽ നിന്നും അഡ്വാൻസ് വാങ്ങി പരിപാടി ക്യാൻസൽ ചെയ്തുവെന്നും വ്യാജ വാർത്തകൾ വരുന്നുണ്ടെന്നും എന്നാൽ താൻ ജനം TVയിലെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നും ഇനിയൊട്ട് പങ്കെടുക്കുകയുമില്ല എന്നും സൂരജ് സന്തോഷ് പറയുന്നു. താൻ KS ചിത്ര എന്ന ഗായികയെയോ അവരുടെ സംഗീതത്തെയോ അല്ല വിമർശിച്ചത്, അവരുടെ നിലപാടിനെയാണെന്നും സൂരജ് സന്തോഷ് വ്യക്തമാക്കി. ചിത്രയെ വ്യക്തിപരമായോ അവരുടെ ഗായിക എന്ന സ്വത്വത്തിനെയോ അധിക്ഷേപിക്കുകയും താൻ ചെയ്തിട്ടില്ല. രാമക്ഷേത്രത്തെ പിന്തുണച്ച് ചിത്ര സംസാരിച്ചതുപോലെ തന്നെ ചിത്രയുടെ പരാമർശങ്ങളെ ജനാധിപത്യപരമായി താനും വിമർശിക്കുകയാണ് ചെയ്തതെന്നും സൂരജ് സന്തോഷ് പറഞ്ഞു. അതേസമയം ചിത്രയ്ക്ക് പിന്തുണയുമായി എത്തിയവരിൽ ശ്രീകുമാരൻ തമ്പി, G വേണുഗോപാൽ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. വിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞതിന് എന്തിനാണ് ഇത്രയും എതിർപ്പെന്നും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും ചീത്ത വിളിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും വിവാദത്തിൽ KS ചിത്രയെ പിന്തുണച്ചുകൊണ്ട് ശ്രീകുമാരൻ തമ്പി പ്രതികരിച്ചിരുന്നു. ഇത്രയും ഗാനങ്ങൾ നമുക്ക് പാടിത്തന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ എന്നാണ് G വേണുഗോപാൽ പ്രതികരിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.